ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ പോയി താമസിക്കുകയാണ്. നിങ്ങളെ അയച്ചത് ടാറ്റായാണെങ്കിൽ, ടാറ്റ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നതെങ്കിൽ ശമ്പളം കൊടുക്കുന്ന 1-ാം തീയതി ആകുമ്പോ ചെന്ന് ശമ്പളം മേടിച്ചാ മതി. അല്ലെ ശമ്പളം നിങ്ങളെ തേടി അങ്ങോട്ട് വന്നോളൂ. കാരണം ടാറ്റയ്ക്ക് കാശുണ്ട്. ടാറ്റയുടെ ജോലി ചെയ്യുന്നവന് അയ്യോ ടാറ്റ കാശ് തന്നില്ലേ എന്നും പറഞ്ഞ് വഴി നീളെ തെണ്ടി നടക്കാൻ ടാറ്റ ഒരിക്കലും നിങ്ങളെ അനുവദിക്കയില്ല. കാരണം അങ്ങനെ ടാറ്റയുടെ പണിക്കാരനെ കഞ്ഞിക്ക് വകയില്ലാതെ ടാറ്റ ശമ്പളം തന്നില്ലെന്നും പറഞ്ഞ് വഴി നീളെ നടക്കേണ്ട സ്ഥിതി വന്നാൽ അതിന്റെ നാണക്കേട് ടാറ്റയ്ക്കാണ്. ഒരിക്കലും ടാറ്റ ആ വിധത്തിലൊരു നാണക്കേട് വരുവാൻ ഇടയാക്കുകയില്ല. പക്ഷെ അത് മനുഷ്യന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവര് നിങ്ങളെ ഒരുപക്ഷെ മറന്നുപോയെന്ന് വരാം. അല്ലെങ്കിൽ ഇവനൊക്കെ ചുമ്മാരിക്കുന്നവൻ എന്തിനാ കാശ് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചെന്ന് വരാം. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അല്ലേ ജീവനുള്ള ദൈവം, സ്വർഗത്തിലെ ദൈവം, ഒരിക്കലും നിങ്ങളെ അങ്ങനെ വിട്ടുകളയുന്നവനല്ല, മറന്നുകളയുന്നവനല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നന്നായിട്ട് അറിയുന്നവൻ തന്നെയാണ്. അങ്ങനെയുള്ള കർത്താവാണ് നിങ്ങളെ വേലയ്ക്കായി അയച്ചതെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ പുലർത്താനും കഴിവുള്ളവനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 10 കൊല്ലം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1996 മെയ് മാസത്തില് ഞാൻ പെരുമ്പാവൂരിനടുത്തുള്ളതായ കീഴിലും സഭയില് ശുശ്രൂഷയ്ക്കായി വന്നു. അവിടെ വന്നപ്പോൾ പലർക്കും ചെറിയൊരു മനപ്രയാസം ഉണ്ടായി. കാരണം സകുടുംബം ഞങ്ങൾ പാസ്റ്റേജിലാണ് താമസിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ പാസ്റ്റേജിൽ വന്ന് താമസിക്കുന്ന ഒരു പാസ്റ്ററുടെ കുടുംബത്തിന് ചെലവിന് കൊടുക്കേണ്ടത് ആ സഭയിലെ വിശ്വാസികളാണ്. എന്നാലേ വന്നും പോയി ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ കുടുംബം വേറെ വല്ലയിടത്തുമായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിലുള്ളവർ പട്ടിണിയാണോ എന്നൊന്നും സഭക്കാർ അന്വേഷിക്കേണ്ടതായി വരാറില്ല. എന്നാല് സഭയുടെ പാസ്റ്റേജിൽ താമസിക്കുന്ന പാസ്റ്ററും കുടുംബവുമാണെങ്കിൽ അവരെ പട്ടിണി കൂടാതെ പോറ്റേണ്ടത് സഭയിലെ വിശ്വാസികളുടെ ചുമതലയാണ്, കടമയാണ്. എന്നാലേ അന്ന് കീഴിലെ സഭയില് 6-7 കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അതിലെ സാമ്പത്തികമായിട്ട് അല്പമെങ്കിലും ഉണ്ടെന്ന് പറയാൻ 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരോ അതിൽ താഴെയോ ഉള്ളവരാണ്. തീർച്ചയായിട്ടും അവരെല്ലാം എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പോലും എന്റെ കുടുംബത്തെ പോറ്റാൻ അവർക്ക് കഴിയുകയില്ല. കാരണം ഞാനും എന്റെ ഭാര്യയും എന്റെ അമ്മയും എന്റെ 5 മക്കളും, അങ്ങനെ മൊത്തം 8 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. മക്കളൊക്കെ പഠിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ചെലവ് വേറെ. അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ അസുഖം വരും, ആ വകയിലും ചെലവുണ്ടാകും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു തുകയുണ്ടെങ്കിലേ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകത്തുള്ളൂ. എനിക്ക് വേറെ വരുമാനമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ലെന്ന് അവർക്കറിയാവുന്നതുമാണ്. അതുകൊണ്ട് അവരെ വനപ്രയാസപ്പെട്ടു. ഈ പാസ്റ്ററെ ഞങ്ങൾ എങ്ങനെയാണ് ചെലവിന് കൊടുക്കുക? ഇത്രയും വലിയൊരു കുടുംബത്തെ ഈ ചെറിയ സഭയിലേക്ക് അയച്ചത് ശരിയായില്ല, കേന്ദ്രം ഞങ്ങളോട് തെറ്റ് ചെയ്തു എന്നൊക്കെ ഒരു ഫീലിംഗും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പരസ്യമായി തന്നെ എല്ലാവരോടുമായിട്ട് സഭായോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ ദൈവദാസനാണ്. എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ഇവിടെ അയച്ചത് ദൈവമാണ്. ദൈവദാസനായി എനിക്ക്, അതായത് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടി ദൈവഹിതപ്രകാരം അവിടേക്ക് വന്നിരിക്കുന്ന എനിക്ക് ചെലവിന് തരേണ്ടത് ദൈവമാണ്. എന്റെ കുടുംബത്തെ പരിപാലിക്കേണ്ടത് ദൈവമാണ്. ഇനി ദൈവത്തിന് പരിപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്നോളാം എന്ന് അവരോട് ഞാൻ തുറന്നു പറയുകയുണ്ടായി. പറയുക മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കണമല്ലോ. ദൈവദാസന്മാരെ എങ്ങനെയാണ് ദൈവം പോറ്റുന്നത് എന്ന് നിങ്ങൾ അനുഭവത്തിൽ കാണേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം ഇതാ പ്രഖ്യാപിക്കുന്നു. ഈ സഭയിലെ നിങ്ങൾ തരുന്നതായ സ്തോത്രകാഴ്ച ദശാംശം തുടങ്ങിയതൊക്കെയും സഭയുടെ ഒരു പൊതു ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതാണ്. ഞാൻ അതിലൊരു പൈസ പോലും എടുക്കത്തില്ല. സഭയുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ സഭയിൽ ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ആ ചുറ്റുപാടുള്ള മറ്റേ ഏതെങ്കിലും ദൈവദാസന്മാർ ഏതെങ്കിലും ബുദ്ധിമുട്ടിലാകുമ്പോഴോ ഈ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് അവരെ സഹായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഫണ്ടിൽ ആ പണം കിടക്കട്ടെ. എങ്ങനെയായാലും ആ ഫണ്ടിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അപ്പോഴപ്പോൾ ദൈവം തന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അവർക്കത് വിശ്വാസ്യമായി തോന്നിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകുന്നു പോലും ചിന്തിച്ചവരുണ്ട്. എന്നാൽ സഹോദരങ്ങളെ പറയട്ടെ, 5 കൊല്ലം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു. ആരുടെയും പക്കൽ നിന്ന് ഒരു 100 രൂപ പോലും അന്ന് ക്രമമായി എനിക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതയുമില്ലായിരുന്നു. എങ്കിലും ഈ വലിയ കുടുംബവുമായിട്ട് 5 വർഷം ആ ദേശത്ത് ഞാൻ താമസിച്ചു. കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഒരു നേരം പോലും ഞങ്ങൾ പട്ടിണി കിടക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തില്ല. വളരെ മാന്യമായിട്ട് തന്നെ ആ ദേശത്ത് ഞങ്ങളെ ദൈവം പരിപാലിച്ചു. മിച്ചമൊന്നും ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുന്നത്, മിച്ചമൊന്നുമില്ലായിരുന്നു. എന്നാലും ആ ദേശത്ത് മാന്യമായിട്ട് കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. ദൈവത്തിന്റെ വേലയ്ക്കിറങ്ങുന്നവനെ ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്ന് ആ സഭയിലുള്ളവർ കണ്ടു മനസ്സിലാക്കത്തക്ക വിധത്തിൽ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഇത് ഞങ്ങളുടെ മാത്രം അനുഭവമല്ല.
കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന വാക്കനുസരിച്ച് ദൈവവേലക്കിറങ്ങുന്ന എല്ലാവരുടെയും അനുഭവം ഇതൊക്കെ തന്നെയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെയാണ്. തന്റെ വേലക്കാർക്ക് കൂലി കൊടുക്കുവാൻ അവൻ അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. അല്ല, വേലക്കാരനെ അമേരിക്കയിൽ അയക്കാൻ, ഗൾഫിൽ അയക്കാമെന്നോ, വലിയ വില കൂടിയ കാറ് കൊടുക്കാമെന്നോ, ഹെലികോപ്റ്റർ കൊടുക്കാമെന്നോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞത്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീനാണ് കർത്താവ് പറഞ്ഞത്. ഉണ്ണാനും ഉടുക്കാനുമുള്ളത് കൊടുക്കും. നമ്മുടെ കുടുംബത്തിന്റെ ജീവസന്ധാരണത്തിനുള്ളത് കൊടുക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ദൈവദാസന്മാർ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പീൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ഒരു ദേശത്ത് എന്നാൽ എവിടെയാണ് താമസിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്, ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അവിടെ യോഗ്യന്മാരാരുണ്ട് എന്ന് അന്വേഷിച്ചിട്ട് അവിടെ വേണം താമസിക്കാൻ. അതല്ലാതെ ചെന്നു കയറി ജനങ്ങളുടെ മുമ്പില് നല്ല മാതൃകയില്ലാതെ ജീവിക്കുന്ന വ്യക്തികളുടെ, അല്ലെങ്കിൽ മഹാഭാവികളെന്ന് ജനം വിധിച്ച് തള്ളിയിരിക്കുന്ന ആളുകളുടെ വീട്ടില്, ദുഷ്പേരുള്ളവരുടെ വീട്ടില്, അങ്ങനെയുള്ളവരുടെ ഒന്നും വീട്ടിൽ താമസിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകരുത്. കാരണം അങ്ങനെ ദൈവവേല ചെയ്താൽ ആ ദൈവവേല അവിടെ നടക്കത്തില്ലാതെ വരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പീൻ, പുറപ്പെടുവോളോ അവിടെ തന്നെ പാർപ്പീൻ. അപ്പൊ യോഗ്യനായ മനുഷ്യന്റെ വീട്ടിൽ തന്നെ വേണം പുറപ്പെടുന്നവരെ താമസിക്കാൻ. ഒരു ദിവസം അവിടെ താമസിച്ചു, വേറൊരു ദിവസം വേറൊരുത്തന്റെ വീട്ടിൽ താമസിച്ചു, അങ്ങനെ മാറി മാറി നടക്കുന്നതും ശരിയല്ല. നിങ്ങൾ ഒരിടത്തങ്ങ് താമസിക്കുവീൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ. അത് വെറും ഒരു പാഴ്വാക്കല്ല. ദൈവദാസന്മാരും സമാധാനം എന്ന് പറയുന്നത് പാഴ്വാക്കല്ല, വന്ദനം എന്ന് പറയുന്നത് പാഴ്വാക്കല്ല. അത് അത്യന്തം ഗൗരവമുള്ള വാക്ക് തന്നെയാണ്. ആ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അതിന് വന്ദനം ചെയ്യുവീൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വസിക്കട്ടെ. ഇവിടെ ഈ സമാധാനം എന്ന് പറയാൻ കാരണം ഇതാണ്. അവിടെ ചെല്ലുമ്പോൾ വന്ദനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശാലോം, സമാധാനം, ഈ വീടിന് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. അതാണ് വന്ദനം ചെയ്യുന്ന രീതി. അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ അവിടെ ചെന്നാൽ ഈ വീടിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണം. അതിന് യോഗ്യതയുണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പോയിരിക്കും. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദൈവദാസന്മാർ ഈ പറയുന്ന വാക്ക് വെറും പാഴ്വാക്കല്ല. സമാധാനം എന്ന് പറയുന്നത് അർത്ഥമുള്ള വാക്കും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന വാക്കുമാണ്. ഈ വീടിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ യോഗ്യതയുണ്ടെങ്കിൽ ആ വീടിന് സമാധാനവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ആ വീടിന് യോഗ്യതയില്ല എങ്കിൽ ആ സമാധാനം ചുമ്മാ അന്തരീക്ഷത്തിൽ കൂടെ ലയിച്ചു പോകത്തൊന്നുമില്ല. ആ സമാധാനം അങ്ങോട്ട് അയച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അപ്പൊ സമാധാനമെന്ന് നിങ്ങൾ ഉച്ചരിക്കുന്ന ആ വാക്കിന് വിലയുണ്ട് എന്നർത്ഥം, അതിന് ശക്തിയുണ്ട് എന്നർത്ഥം. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൗലോസും പറയുന്നത്, തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതിരുന്നത് എന്ന്. ആ കാലത്തെ ദൈവവേലക്കാരായ ദൈവദാസന്മാര്, അപ്പോസ്തലന്മാരെ പോലുള്ളവരൊക്കെ ഇങ്ങനെ സുവിശേഷവുമായി യാത്ര ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങുമായിരുന്നില്ല. കാരണം രക്ഷിക്കപ്പെടാത്തവർ കൊടുക്കുന്ന പണം വിശുദ്ധമല്ല. രക്ഷിക്കപ്പെട്ടവരോട് മാത്രമേ അവർ പണം വാങ്ങുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ആ ഒരു വ്യത്യാസവും നമ്മൾ കാണിക്കാറില്ല. ഒരു കൺവെൻഷൻ വെക്കുകയാണെങ്കിൽ നാട് നീളെ നടന്ന് പിരിക്കും. കള്ളുഷാപ്പിലും ചാരായക്കടയിലും ബാർ ഹോട്ടലും വരെ കയറി കടന്ന് പിരിക്കും. ഏത് മതക്കാരനൊന്നും നോക്കാതെ എല്ലാവരോടും പിരിക്കും, സമുദായക്കാരനോടും പിരിക്കും. ഇത് ശരിയായ നടപടിയല്ല. വടക്കേ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് വേണ്ടി ഒരിക്കൽ എന്നെ ചിലർ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു കൺവെൻഷൻ പ്രസംഗിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ചെന്ന് ആ കൺവെൻഷൻ പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസമാണ് അറിയുന്നത്, ഈ കൺവെൻഷൻ നടത്താൻ വേണ്ടി അവര് രസീത് കുറ്റി അടിച്ച നാട് നീളെ നടന്നു പിരിച്ചു എന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നൊക്കെ പിരിച്ചു? വിശ്വാസികളോടാണോ പിരിച്ചത്? ആ, വിശ്വാസികളോടും പിരിച്ചു. പിന്നെയോ? പിന്നെ എല്ലാവരോടും പിരിച്ചു. ഞാൻ പറഞ്ഞു, മഹാമോശമായി പോയി. നമ്മൾ ഈ നടത്തുന്നത് ആത്മീയ യുദ്ധമാണ്, ദൈവത്തിന്റെ വേലയാണ്, ജീവനുള്ള ദൈവത്തിന്റെ വേലയാണ്. ഈ ജീവനുള്ള ദൈവത്തിന്റെ വേല ചെയ്യാൻ, രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ രക്ഷിക്കപ്പെടാത്തവന്റെ കാശിന്റെ ആവശ്യമില്ല. ഈ കാശ് പിരിക്കാതെ
കാശില്ലാത്തത് കൊണ്ട് വണ്ടിക്കൂലി ഇല്ലാന്ന് എന്നോട് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു, ഞാൻ വണ്ടിക്കൂലിയും കൊണ്ടാ വന്നിരിക്കുന്നത്. ഇങ്ങനെ പിരിച്ച കാശ് വണ്ടിക്കൂലിയായിട്ട് പോലും വാങ്ങിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് അവരോട് പറയാനിടയായി. പിന്നെ കൂടുതലൊന്നും പറഞ്ഞവരെ ഞാൻ വിഷമിപ്പിച്ചില്ല. കാരണം ഇങ്ങനെ ജാതികളോട് കാശ് പിരിക്കുന്നത് തെറ്റാണ് എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് അവരെങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും കാര്യം ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, കൺവെൻഷൻ നടത്താനാകട്ടെ, സഭാ ഹാള് പണിയാനാകട്ടെ, ആത്മീയമായി എന്ത് കാര്യം ചെയ്യുവാനാകട്ടെ, ജാതികളോട് കാശ് വാങ്ങരുത്. ജോലി ചെയ്ത കൂലി വാങ്ങിക്കാം, അതിൽ തെറ്റില്ല. എന്നാൽ സുവിശേഷ വേലയുടെ പേര് പറഞ്ഞ് ദൈവനാമത്തിൽ നമ്മൾ പണം വാങ്ങുന്നെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടവരോട് മാത്രമായിരിക്കണം. രക്ഷിക്കപ്പെടാത്തവരോട് ദൈവനാമത്തിൽ പണം വാങ്ങാൻ പാടില്ല. അവരാദ്യം രക്ഷിക്കപ്പെടട്ടെ, അത് കഴിയുമ്പോൾ മാത്രമാണ് ആ പണം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുക. ഈ അർത്ഥത്തിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞു പോരുമ്പോൾ തങ്ങളുടെ ദേശത്തിന്റെ അതിരിലെത്തിക്കഴിയുമ്പോൾ കാലിലെ പൊടി തട്ടിക്കളയുമായിരുന്നു. അങ്ങനെ ജാതികളുടെയോ ശമരിയക്കാരന്റെയോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന അർത്ഥത്തിലാണ് ഇവിടെ കർത്താവ് പറയുന്നതും അതാണ്. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ വന്ദനം പറയുവിൻ. സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരും. മാത്രമല്ല, നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കാതിരുന്നാൽ, ഒരു വീട്ടുകാര് അല്ലെങ്കിൽ ഒരു ദേശക്കാര് സ്വീകരിക്കാതിരുന്നാൽ പോരുമ്പോൾ കാലിൽ നിന്ന് പൊടി കൂടി തട്ടിക്കളഞ്ഞിട്ട് പോരുവിൻ. കാരണം അവരെ നിങ്ങൾ ദൈവമക്കളായിട്ടല്ല കണക്കാക്കേണ്ടത്, ജാതികളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് കാലിൽ നിന്ന് പൊടി കൂടി തട്ടിക്കളഞ്ഞു വേണം പോരാൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോമ്യരുടെയും ഗോമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ കർത്താവിനോട് പറയുന്നത്, നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവർക്ക് ന്യായവിധി ദിവസത്തിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. തുടർന്നും കർത്താവ് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. വിചിത്രമായ ഒരു കാര്യമാണ്. ആടിനെ പിടിക്കാൻ ചെന്നായെ അയക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ആടിനെ പിടിക്കാൻ വെറുതെ പട്ടിയെ അയച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇവിടെ നേരെ തിരിച്ചാണ്. ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടിനെ പോലെയാ വിടുന്നത്. ചെന്നായ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവൻ. അവനോട് സുവിശേഷം അറിയിക്കാൻ ആടിനെ പോലെയാണ് ഇവര് പോകുന്നത്. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിപ്പീൻ. കർത്താവ് പറയുന്നു, നിങ്ങൾ ജാതികളുടെ ഇടയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. ഓരോ വാചകങ്ങളും സൂക്ഷിച്ചു പറയണം. എവിടെ എന്താ പറയണമെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കുവാൻ. നിങ്ങളുടെ വിലയേറിയ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇട്ടുകളയരുത്. അങ്ങനെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പെരുമാറണം. അതിന്റെ അർത്ഥം എല്ലാവിധ കുരുട്ടുബുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നല്ല, വളഞ്ഞ വഴികൾ പ്രയോഗിക്കണമെന്നല്ല, തട്ടിപ്പോ കള്ളത്തരങ്ങളോ കാണിക്കണമെന്നല്ല. നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം, കളങ്കമില്ലാത്തവരായിരിക്കേണ്ടതാണ്. ഈ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണം. കാരണം ചെന്നായ്ക്കട നടുവിലേക്കാണ് കുഞ്ഞാട് പോലെ നിങ്ങൾ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അസാമാന്യ ബുദ്ധി ഉണ്ടായേ പറ്റൂ. ചെന്നായ എന്ന് പറയുന്നത് അതിന്റെ വർഗ സ്വഭാവം അനുസരിച്ച് കൂട്ടം കൂടി നിങ്ങളെ ആക്രമിച്ചു എന്ന് വരാം. അതിനിടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരണമെങ്കിൽ ആടിന് അസാമാന്യ ബുദ്ധി ഉണ്ടായേ പറ്റൂ. ശക്തി കൊണ്ടൊന്നും അവിടെ നടക്കത്തില്ല. കാരണം ആടിന് എത്ര ശ്രമിച്ചാലും ചെന്നായെ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകില്ല. എന്നാൽ ആടിന് ശ്രമിച്ചാൽ ചെന്നായെ തോൽപ്പിക്കാനുള്ള ബുദ്ധി ഉണ്ടാകാവുന്നതേയുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കുക. പക്ഷേ അത് വളഞ്ഞ ബുദ്ധിയാകരുത്, നേരെയുള്ള ബുദ്ധിയായിരിക്കണം. നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ പറഞ്ഞയച്ചപ്പോൾ അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നത്. ഈ പറയുന്നതിന്റെ എല്ലാം ചുരുക്കം ഇതാണ്: എന്റെ ശിഷ്യന്മാരായ നിങ്ങളെ ഞാനിത് അയക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ അയക്കുകയല്ല, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ നേരിട്ട് ചെയ്യുന്നതായി എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാം, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാം, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ പോലും നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ എന്റെ വേലക്കാരാണ്. നിങ്ങൾക്ക് ആഹാരം തരേണ്ടത് എന്റെ ജോലിയാണ്. അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കൊടുക്കുമെന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ടതില്ല. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും തരുവാൻ എനിക്ക് കഴിയും. ധൈര്യമായി പോയിക്കൊള്ളുക.